രാഹുൽ ഗാന്ധിക്കെതിരെ ഒളിയമ്പെയ്തും ഗൗതം അദാനിയെ പുകഴ്ത്തിയും തുറമുഖ മന്ത്രി വി.എൻ. വാസവന്റെ വാക്കുകൾ പരാമർശിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഴിഞ്ഞം പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ കരുത്തുള്ള തൂണാണല്ലോ. ശശി തരൂരും വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെയും ഉറക്കം കെടുത്തും. ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. എന്നാൽ പരിഭാഷകന് പ്രധാനമന്ത്രി പറഞ്ഞ രാഷ്ട്രീയം പിടികിട്ടിയില്ല. ഇതോടെ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുകൂടി പ്രധാനമന്ത്രി ചിരിയോടെ പറഞ്ഞു. ഇതിനുശേഷമാണ് മന്ത്രി വി.എൻ. വാസവന്റെ പ്രസംഗം പ്രധാനമന്ത്രി പരാമർശിച്ചത്. ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിലെ ചർച്ചയാകേണ്ട കാര്യം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയില്ലെന്ന് അറിഞ്ഞിട്ടും പ്രധാനമന്ത്രി പ്രകോപിതനായില്ല. അതിനിടെ സംസ്ഥാന സർക്കാരാണ് പരിഭാഷകനെ കണ്ടെത്തിയതെന്ന് ബി.ജെ.പി. ആരോപിച്ചിട്ടുണ്ട്. പക്ഷേ മോദിയുടെ മലയാളത്തിലെ സ്ഥിരം പരിഭാഷകനെയാണ് ഇത്തവണയും അതിനായി നിയോഗിച്ചത്. പക്ഷെ ചെറുതായി ഒന്ന് പിഴച്ചുവെന്ന് മാത്രം. അതിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നതാണ് വസ്തുത. 2023 സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം പൊടിപ്പും തൊങ്ങലും ഒന്നുമില്ലാതെ ശുദ്ധമലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പള്ളിപ്പുറം ജയകുമാർ 2023 താരമായിരുന്നു. 11 വർഷമായി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജയകുമാറിനെ സംഘാടകർ അന്ന് മോദിക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. നല്ല ശബ്ദമാണെന്ന് പറഞ്ഞ് മോദി അഭിനന്ദിച്ചു. ആ പള്ളിപ്പുറം ജയകുമാറാണ് വിഴിഞ്ഞത്ത് മോദിയുടെ പ്രസംഗത്തിലെ കാതലായ ഭാഗം പരിഭാഷ ചെയ്യാതെ വിട്ടുകളഞ്ഞത്. രാഷ്ട്രീയമൊന്നുമില്ലാത്ത റിട്ടയർഡ് അധ്യാപകനാണ് പള്ളിപ്പുറം ജയകുമാർ. വിഴിഞ്ഞത്തെ മോദി പ്രസംഗം നേരത്തെ തയ്യാറാക്കിയിരുന്നു. അതിന്റെ പകർപ്പ് ജയകുമാറിന് കിട്ടുകയും ചെയ്തു. പക്ഷേ വിഴിഞ്ഞത്ത് ഇതേ പ്രസംഗം അതേപടി മോദി ആവർത്തിച്ചില്ല. മറ്റു പല തലത്തിലേക്കും പ്രസംഗം കൊണ്ടുപോയി. എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായെത്തിയ ജയകുമാർ ഒന്നു പതറി. ഇതുകാരണം ആ പ്രസംഗത്തിലെ കാതൽ മലയാളത്തിൽ ആരും വിഴിഞ്ഞത്ത് കേട്ടതുമില്ല. മൻ കി ബാത്തും പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിനത്തിലെ ചെങ്കോട്ടയിലെ പ്രസംഗവും ദൂരദർശന് വേണ്ടി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന വ്യക്തിയാണ് ജയകുമാർ. 2023 മോദിയുടെ പ്രസംഗം ആദ്യം തത്സമയം പരിഭാഷപ്പെടുത്തിയത്. പ്രസംഗത്തിന്റെ പകർപ്പ് നേരത്തെ ലഭിച്ചെങ്കിലും എഴുതി തയ്യാറാകാതെ തത്സമയ പരിഭാഷയാണ് അന്ന് ജയകുമാർ നടത്തിയത്. ഇന്ന് പക്ഷേ മുൻകൂട്ടി കിട്ടിയ പ്രസംഗം നേരത്തെ പരിഭാഷ ചെയ്തുവെന്നാണ് സൂചന. ഇതുമായി എത്തി. പക്ഷേ മോദി വേറെ വഴിയിലൂടെ പോയി. അപ്പോൾ പ്രതിസന്ധിയിലായി. മുരുക്കുംപുഴ ഇടവിളാകം UP സ്കൂളിലെ ഹിന്ദി അധ്യാപകനായിരുന്നു ജയകുമാർ. പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ മൻ കി ബാത്ത് ദൂരദർശന് വേണ്ടി മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ടത് 2014 ഒക്ടോബർ 3-നാണ്. 2015 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായെത്തിയ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ തലേന്ന് നടത്തിയ പ്രസംഗം ദൂരദർശന് വേണ്ടി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതും ജയകുമാറായിരുന്നു. മൻ കി ബാത്തിന്റെ 100ാം എപ്പിസോഡിന്റെ പരിഭാഷയും നിർവഹിച്ചു. നേരത്തെ കേരള ഹിന്ദി പ്രചരണ സഭയിലും കുറച്ചുകാലം അധ്യാപകനായിരുന്നു. ആകാശവാണിയിലെ A ഗ്രേഡ് നാടക കലാകാരനാണ്. ശിശുക്ഷേമ സമിതിയിൽ ശിശുദിനാഘോഷത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളുടെ പ്രസംഗ പരിശീലകനാണ്. MA B.Ed ബിരുദധാരിയായ ജയകുമാർ അധ്യാപകൻ എന്ന നിലയിൽ 2015 സർക്കാരിന്റെ മെരിറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ദൂരദർശനിൽ 100-ലധികം ഡോക്യുമെന്ററികളുടെ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്.